എല്ലാ കുട്ടികളിലും കാണുന്നൊരു കാര്യമാണ്, ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഇവരിത് റഷപ്പ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാം കവറപ്പ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ വേണ്ട രീതിയിലുള്ളൊരു എക്സ്പ്ലനേഷനോ ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ളൊരു ഒരു ഗൈഡൻസോ അവർക്ക് കിട്ടണമെന്നില്ല ലാസ്റ്റ് മൊമെൻറ്റിൽ അവരത് റഷ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് അതിനെക്കുറിച്ച് ഏത് രീതിയിൽ പഠിക്കണം, ഏത് ലേണിംഗ് സ്റ്റൈൽ ഉപയോഗിക്കണം, ഏത് ടെക്നിക്ക് ഫോളോ ചെയ്യണം, ഇതൊക്കെ അനലൈസ് ചെയ്ത് പതുക്കെ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ലാസ്റ്റ് ഒരു റിവിഷൻ നടത്തിയാൽ നമുക്ക് കുറച്ചൊക്കെ അത് ഓർത്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിങ് സ്റ്റൈലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള സ്ട്രെസ്സും ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള ഈ ലാസ്റ്റ് മിനിറ്റിൽ വരുന്ന ഒരു പേടിയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. കാരണം ഇത് ആക്ച്വലി ഫോം ചെയ്യുന്നത് നമുക്ക് ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ്. ഈ പഠിക്കുന്ന സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഈ പഠിക്കുന്ന കാര്യങ്ങളിലായിക്കോട്ടെ, എന്താണ് ഏതാണെന്ന് അറിയാത്തത് കൊണ്ട് വരുന്നതാണിത്. അപ്പം അതിനെ നമ്മൾ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് പാരൻസ് അതിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അവർക്ക് കറക്റ്റായിട്ടുള്ളൊരു സ്റ്റഡി റുട്ടീൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിലൂടെയാണ് നമുക്കിത് ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ.